തൃശൂർ കുരിയച്ചിറയിലെ ജൈവമാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോർപ്പറേഷന്റെ കണ്ണു തുറപ്പിക്കാൻ പലതവണ സമരം നടത്തിയിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത്. 55 ഡിവിഷനിലെയും മാലിന്യങ്ങൾ കുരിയച്ചിറയിൽ തള്ളാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കുരിയച്ചിറ പ്രദേശത്ത് വർഷങ്ങളായി മാലിന്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത്. ജൈവമാലിന്യ പ്ലാന്റിൽ കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കാത്തതിനാൽ പ്രദേശത്ത് ഈച്ചശല്യം രൂക്ഷമാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും കോർപ്പറേഷൻ അധികൃതർ പരിഹാരം കാണാൻ തയ്യാറായില്ലെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി തന്നെ പറയുന്നു. ചില കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ വന്ന് ചിലതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ കമ്മിറ്റിക്കാർക്ക് പോലും കടക്കാൻ അനുവദിക്കുന്നില്ല. കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തുന്നത്. ഈ അഴിമതി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും കൗൺസിലർമാരും ചെയ്യുന്ന ഈ അഴിമതി അന്വേഷിക്കണം. അവരുടെ പേരിൽ ശക്തമായ നടപടികൾ എടുക്കണം. മാലിന്യം സംസ്കരിക്കുന്ന യന്ത്രം തകരാറിലായിട്ട് മാസങ്ങളായി. തുടർന്ന് മാലിന്യം കുന്നുകൂടി. ഈ യന്ത്രത്തിന്റെ തകരാറ് പരിഹരിക്കാനാകാതെ കോർപ്പറേഷൻ കോടികൾ വിലയുള്ള 3 യന്ത്രങ്ങൾക്ക് ഓർഡർ നൽകിയിരിക്കുകയാണ്. കോർപ്പറേഷനിലെ 55 ഡിവിഷനിലെയും മാലിന്യങ്ങൾ കുരിയച്ചിറയിൽ തള്ളാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അതിനാൽ പുതിയ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് തടയുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. 55 ഡിവിഷനെയും ഇവിടെ വരാനാണ് പോകുന്നത്. ഇത്രയും വലിയ മിഷനറി സ്ഥാപിച്ചുകൊണ്ട് അതാണ് വരാൻ പോകുന്നത്. അതിലുള്ള പ്രധാന കാര്യം നമ്മളുടെ ശക്തിയുള്ള പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ല. കോലത്തുമ്പോൾ അടുത്ത സാധനം വർക്ക് ചെയ്യുന്നില്ല. കാരണം അവിടെ സമരം ചെയ്തപ്പോൾ അത് പൂട്ടിപ്പോയി. ഈവൻ മാറ്റാമ്പുറത്തുള്ള ആൾക്കാർ വരെ സമരം ചെയ്തിട്ട് പൂട്ടുന്നു. കുരിയച്ചിറക്കാരോട് എന്തത്ര ദേഷ്യം. മോണിറ്ററിംഗ് കമ്മിറ്റിയായി ഞങ്ങൾ അറിയിക്കുന്നില്ല. സുതാര്യതയില്ല. ഒരു ജനറേറ്റർ പോലും ഇല്ലാത്ത ആൾക്കാരാണ്. വെക്കാൻ പറ്റാത്ത 1.5 കൊല്ലമായിട്ട് വെക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. 1.40 കോടി ചെലവാക്കിയിട്ട് മെഷീൻ വരുന്നത്. ഇപ്പോൾ ഒരു മെഷീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തുടർന്ന് 3 മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടി എത്ര രൂപ വരുമെന്ന് അറിയാലോ. വിഷയത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചേർന്ന് കുരിയച്ചിറ സെന്ററിൽ മനുഷ്യച്ചെങ്ങല സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ലാത്തതിനാലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത്. പുതിയ മിഷനറികൾ കൊണ്ടുവന്ന് കൂടുതൽ മാലിന്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം. ജനം, തൃശൂർ.